എല്ലാവർക്കും ഓർമ്മയുള്ളതാണ് ചേർത്തലയിലെ നിരവധി തിരോധാന കേസുകൾ. ഈ കേസുകൾ പലതും അന്വേഷണം അതിൻ്റെ വഴികളിലാണ്. വ്യക്തത ഇനിയും ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ ചേർത്തലയിലെ ബിന്ദു പത്മനാഭൻ കൊലക്കേസിൽ സീരിയൽ കില്ലർ സെബാസ്റ്റ്യന് പുറമെ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്ന സൂചനകളാണ് ബലപ്പെടുന്നത്. മരണത്തിന് ശേഷം ബിന്ദുവിൻ്റെ അമ്പലപ്പുഴയിലെ ഭൂമി കൈക്കലാക്കുന്നതിൽ ആലപ്പുഴ കോടതിയിലടക്കം തിരിമറി നടന്നു എന്നാണ് കണ്ടെത്തൽ. കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി ബിന്ദുവിൻ്റെ കുടുംബം നൽകിയ പരാതിയിൽ ബിന്ദു പത്മനാഭന്റെ കൊലപാതകത്തിലേക്ക് നയിച്ച അമ്പലപ്പുഴയിലെ ഭൂമി ഇടപാടിൽ അനുകൂല കോടതി വിധി സമ്പാദിച്ചു ഭൂമി വാങ്ങിയ സതീശന് ആലപ്പുഴ കോടതി നോട്ടീസ് അയച്ചു. 2006 കൊല്ലപ്പെട്ട ബിന്ദു 2007 വസ്തു ഇടപാടിനെ സംബന്ധിച്ച് ആലപ്പുഴ കോടതി അയച്ച സമൻസ് എങ്ങനെ കൈപ്പറ്റി എന്നതുൾപ്പെടെയുള്ള ഞെട്ടിക്കുന്ന ചോദ്യങ്ങളാണ് ഇക്കാര്യത്തിൽ ഉയർന്നത്. 6 മാസം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഞാൻ കേസ് കൊടുത്തു. പിന്നെ അതിൻ്റെ പിന്നീട് 4 വർഷം കഴിഞ്ഞ് വന്നു. ഇതൊക്കെ കുറച്ചൊരു പ്രാവശ്യം പറഞ്ഞു. പ്രോപ്പർട്ടി കാണാൻ വന്നപ്പോഴും ബിന്ദു ഇല്ല അല്ലേ? ബിന്ദു വീട്ടിലിരുന്നു, സെബാസ്റ്റിന് വീട്ടിലിരുന്നു. ഞങ്ങൾ പോയി കണ്ട്. അന്നാ ഇതുപോലെ രജിസ്ട്രേഷൻ ഇല്ലല്ലോ. അന്നല്ല, ബിന്ദു വീട്ടിലുണ്ടെന്ന് സെബാസ്റ്റ്യൻ പറഞ്ഞതാണോ അതോ ചേട്ടൻ കണ്ടു? എൻ്റെ അടുത്ത് വന്നിട്ടല്ലേ അങ്ങോട്ട് പോയത്. ദൃശ്യങ്ങൾ കാണുന്നയാൾ ചേർത്തല സ്വദേശി സതീശനാണ്. സതീശന്റെ വാക്കുകൾ പ്രകാരം 2006 അവസാനത്തോടെ കൊല്ലപ്പെട്ട ബിന്ദു പത്മനാഭൻ അമ്പലപ്പുഴയിലെ ഭൂമി തനിക്ക് വിൽക്കാനായി അഡ്വാൻസ് കൈപ്പറ്റിയെന്ന് വ്യക്തമാക്കുന്നു. അഡ്വാൻസ് തുകയുമായി കാണാതായ ബിന്ദു 6 മാസം കഴിഞ്ഞ് മടങ്ങിയെത്താതായതോടെ ആലപ്പുഴ മുനിസിപ്പൽ കോടതിയിൽ 2007 ഫെബ്രുവരി 8 ബിന്ദു കേസ് ഫയൽ ചെയ്യുന്നു. കേസിന്റെ സമൻസ് കൈപ്പറ്റിയ ബിന്ദു ഹാജരാകാൻ തയ്യാറാകാത്തതിനാൽ എക്സ്പാർട്ടി വിധിയിലൂടെയായിരുന്നു സതീശൻ ഭൂമി സ്വന്തമാക്കിയത്. 4 വർഷം കോടതി വ്യവഹാരത്തിനൊടുവിലാണ് ഭൂമി തനിക്ക് ലഭിച്ചതെന്ന് സതീശൻ ന്യൂസ് 18നോട് പറഞ്ഞു. എന്നാൽ ഈ രേഖകൾ ഒന്ന് കാണാം. സതീശൻ പറഞ്ഞതിൽ ഒരു കാര്യം കൃത്യമാണ്. 8/2/2007 തന്നെ കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. എന്നാൽ സിവിൽ കേസിൽ 5 മാസത്തിനുള്ളിൽ തന്നെ 31/2007 അനുകൂല വിധി സതീശനായി ആലപ്പുഴ കോടതിയിലെ പ്രമുഖ അഭിഭാഷകൻ നേടിയെടുത്തിരിക്കുന്നു. അതായത് 4 വർഷം കേസ് പറഞ്ഞാണ് ഭൂമി സ്വന്തമാക്കിയെന്ന വാദം പച്ചക്കള്ളമെന്ന് വ്യക്തം. കോടതി വിധിയിലൂടെ സതീശൻ സ്വന്തമാക്കിയ ഭൂമി കേസ് വാദിച്ച സ്വന്തം അഭിഭാഷകന്റെ സഹോദരന് തന്നെ വിറ്റു. അത് രാമകൃഷ്ണന്റെ പേര് മേടിച്ചു. അങ്ങനെ അനിയനല്ലോ, ആ പുള്ളിയുടെ പേര് മേടിച്ചു. അതിനെപ്പറ്റി അറിയുമോ? ആ സതീശന്റെ കേസ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ തീർച്ചയായിട്ടും പറഞ്ഞു. ഞാൻ മനഃപൂർവ്വം കൊടുത്തു. പുള്ളി എന്റെ സ്ഥലമല്ലത്. അപ്പൊ പള്ളിപ്പുറത്ത് ഞാൻ കാണിക്കണമെങ്കിൽ അവിടെ കാണിക്കാനുള്ള ബിന്ദു ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. പിന്നെ അവിടെ പിന്നെ എനിക്ക് 3 പോരാനൊക്കെ അല്ല ഇപ്പൊ അവിടെ. അമ്പലപ്പുഴയിലെ ദേശീയപാതയോട് ചേർന്ന 15 സെന്റ് ഭൂമിയുടെ ഇടപാടിൽ അഡ്വാൻസായി ബിന്ദു കൈപ്പറ്റിയ 1.5 ലക്ഷം രൂപയ്ക്ക് പുറമെ 65,000 രൂപ മാത്രമാണ് കോടതിയിൽ അധികമായി സതീശൻ കെട്ടിവച്ചിട്ടുള്ളത്. ദേശീയപാതയോരത്തെ വിലയേറിയ ഭൂമിക്കാണ് ഈ തുച്ഛമായ തുക നൽകിയിരിക്കുന്നത്. 2006 സെബാസ്റ്റ്യനാൽ കൊല്ലപ്പെട്ടുവെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയ ബിന്ദു 2007 എങ്ങനെ ആലപ്പുഴ കോടതിയുടെ സമൻസ് കൈപ്പറ്റിയെന്നതാണ് വിചിത്രം. സമൻസ് പോയതാകട്ടെ മാവേലിക്കരയിലുള്ള തെറ്റായ വിലാസത്തിലും. ചേർത്തലയിലെ കൊലപാതകങ്ങൾക്ക് സെബാസ്റ്റ്യന് മാത്രമല്ല ഭൂമാഫിയയ്ക്കും പങ്കുണ്ടെന്ന ആരോപണങ്ങൾ നിലനിൽക്കെയാണ് ഭൂമി ഇടപാടുകളെ സംബന്ധിച്ച പുതിയ നിയമ നടപടികളിലേക്ക് കടക്കുന്നത്. ബിന്ദു പത്മനാഭൻ കേസിൽ ഞങ്ങൾ തുടക്കം മുതൽ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇതിൽ സെബാസ്റ്റ്യൻ ഒറ്റക്കല്ല, സെബാസ്റ്റ്യന് കൂട്ടാളികളുണ്ട്. ഇതിൽ സതീശന് കൃത്യമായ പങ്കുള്ളതായി ഞങ്ങൾ തുടക്കം മുതൽ പറഞ്ഞിട്ടുള്ളതാണ്. അമ്പലപ്പുഴയിലെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വ്യാജരേഖകളടക്കം ചമച്ചുകൊണ്ടാണ് ബിന്ദുവിന്റെ ഭൂമി സതീശൻ തട്ടിയെടുത്തിട്ടുള്ളത്. അതിൽ മുതിർന്ന അഭിഭാഷകരടക്കമാണ് ഇതിൽ നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ഒരു അഭിഭാഷകന്റെ പേരിലേക്കാണ് പിന്നീട് അത് കൈമാറ്റം ചെയ്ത് പോയിട്ടുള്ളത്. അപ്പോൾ മുതിർന്ന അഭിഭാഷകരും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും കോടതി ജീവനക്കാരും അടക്കം ഇതിൽ കണ്ണികളായിട്ടുണ്ട്. ശരണ്യ സ്നേഹജിൻ, ന്യൂസ് 18, ആലപ്പുഴ. ശരണ്യ സ്നേഹജിൻ തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശരണ്യ, ഇതിൽ ഗുരുതരമായ കണ്ടെത്തൽ എന്ന് പറയുന്നത് പോലീസ് അന്വേഷണത്തിൽ മരിച്ചു എന്ന് പറയുന്ന ബിന്ദു പത്മനാഭൻ ആ കാലഘട്ടത്തിൽ തന്നെ സമൻസ് കൈപ്പറ്റിയെന്ന കോടതി രേഖകളാണ് എന്ന വിചിത്രമായ കാര്യമാണ്. അതായത് കോടതി അടക്കം തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീക്കം ഇതിൽ നടന്നു. മരണപ്പെട്ട ബിന്ദു ജീവിച്ചിരിക്കുന്നു എന്ന് തെറ്റിദ്ധരിച്ച് ഭൂമി തട്ടിയെടുക്കാൻ നീക്കം നടത്തി. അപ്പോൾ ഇതൊരു വലിയ വിപുലമായ തട്ടിപ്പ് നടന്നു. അതിൻ്റെ തെളിവുകളാണ് സ്ഥിരീകരിക്കപ്പെടുന്നത്. അങ്ങനെയാണോ?
സജിത്ത്, ഇത് തുടക്കം മുതൽ തന്നെ ബിന്ദു പത്മനാഭൻ ഒപ്പം തന്നെ ആയിഷ തിരോധാന കേസുകളുമായി ബന്ധപ്പെട്ട്, അതായത് ചേർത്തലയിലെ സീരിയൽ കില്ലർ സെബാസ്റ്റിനുമായി ബന്ധപ്പെട്ട കേസിനകത്ത് തുടക്കം തന്നെ സ്ഥലമിടപാടുകളുമായി ബന്ധപ്പെട്ട് നിരവധി തിരിമറികൾ നടന്നതായി നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ നമ്മൾ കണ്ടെത്തിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ബിന്ദു പത്മനാഭന്റെ ഇടപ്പള്ളിയിലുള്ള ഭൂമി വിൽപ്പന നടത്തിയത്. ആ ഭൂമി വിൽപ്പന നടത്തിയത് ആൾമാറാട്ടം നടത്തി ആണ്. അതായത് മറ്റൊരു സ്ത്രീയെ കൊണ്ടുവന്ന് ബിന്ദു എന്ന പേരിൽ ആൾമാറാട്ടം നടത്തിയായിരുന്നു ആ ഭൂമി വിൽപ്പന നടന്നിട്ടുള്ളത്. അങ്ങനെ രജിസ്റ്റർ ഓഫീസിലടക്കം വലിയ തിരിമറി നടത്തിയിട്ടായിരുന്നു ഇത്തരത്തിൽ ആ ഒരു കാര്യങ്ങൾ നേടിയെടുത്തത് എന്നുള്ളതാണ്. അതിന് സമാനമായ രീതിയിൽ, അതായത് അന്നും ഈ വിഷയത്തിനകത്ത് ഒന്നിലധികം ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ബിന്ദുവിന്റെ SSLC ബുക്ക് അടക്കമുള്ള സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കിയത് തമിഴ്നാട്ടിൽ നിന്നാണെന്നൊക്കെ പോലീസ് കണ്ടെത്തിയിരുന്നു. അപ്പോൾ അതിനുശേഷം, അതായത് അതിനു മുൻപാണ് ബിന്ദു പത്മനാഭൻ 2006, അതായത് ഈ ബിന്ദു എന്ന് പറയുന്ന സ്ത്രീ 2006 ശേഷം ജീവനോടെ ഇല്ല എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ആ 2006 ബിന്ദുവിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് ഈ അമ്പലപ്പുഴയിലെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് അഡ്വാൻസ് കൈപ്പറ്റിയ തുക ബിന്ദുവിൽ നിന്ന് തട്ടിയെടുക്കാനായാണ് സെബാസ്റ്റ്യൻ ബിന്ദുവിനെ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോ ഈ ബിന്ദുവിന്റെ മരണത്തിലേക്ക് വരെ നയിച്ച ഒരു സംഭവമാണ് ഈ അമ്പലപ്പുഴയിലെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ നേരത്തെ പുറത്തു കൊണ്ടുവന്ന സതീശനുമായുള്ള അഭിമുഖത്തിൽ ഈ സതീശൻ വ്യക്തമാക്കിയ ചില കാര്യങ്ങളുണ്ട്. അത് സെബാസ്റ്റ്യനുമായി സൗഹൃദമുണ്ടായിരുന്നു. അതോടൊപ്പം ബിന്ദു അഡ്വാൻസ് കൈപ്പറ്റാനായി തന്റെ അടുക്കലേക്ക് വന്നു. പിന്നീട് ബിന്ദുവിനെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട് സതീഷിനെ ചോദ്യം ചെയ്യാൻ നേരത്തെ പോലീസ് വിളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കോടതിയിലടക്കം, ആലപ്പുഴ കോടതിയിൽ 2006-2007 കാലയളവിൽ നടന്ന വിചിത്രമായ ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇപ്പോൾ നമുക്ക് വിവരം ലഭിക്കുന്നത്. അതായത് 2006 കൊല്ലപ്പെട്ട ബിന്ദു 2007 സമൻസ് കൈപ്പറ്റിയതായാണ് കോടതി രേഖകളുള്ളത്. അതായത് സമൻസ് നേരിട്ട് ബിന്ദു കൈപ്പറ്റി എന്നുള്ളതാണ് കോടതി രേഖകളിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല, ഈ നമ്മളോട് സതീശൻ പറഞ്ഞത് 4 വർഷം താൻ കേസ് പറഞ്ഞാണ് ഈ ഭൂമി സ്വന്തമാക്കിയെന്നുള്ളതാണ്. അല്ല, മറിച്ച് ബിന്ദു ഈ അഡ്വാൻസ് കൈപ്പറ്റിയതിനു ശേഷം കൃത്യമായി 6 മാസത്തിനുള്ളിൽ തന്നെ, അതായത് 6 മാസത്തിനകം തന്നെ ബിന്ദുവിൽ നിന്നും ഇത് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവര് ഈ ഭൂമി എഴുതി നൽകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതായത് ബിന്ദു ഇല്ല എന്നുള്ള കൃത്യമായ ബോധ്യം ഇവർക്കുണ്ട് എന്നുള്ള എല്ലാ സംശയങ്ങളും നൽകുന്ന രീതിയിലായിരുന്നു ഇടപെടൽ. ഈ കേസ് പറയുന്നു 5 മാസത്തിനുള്ളിൽ തന്നെ ആലപ്പുഴ മുനിസിപ്പൽ കോടതിയിൽ നിന്നും ഇവർ അനുകൂല വിധി സമ്പാദിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബിന്ദു അബ്സ്കോണ്ടിങ് ആയിരുന്നുവെങ്കിൽ, ഈ സമൻസ് കൈപ്പറ്റിയില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഈ കേസ് ഇങ്ങനെ തീരില്ലായിരുന്നു. മറിച്ച് അത് നീണ്ടു പോകുമായിരുന്നു. പക്ഷേ ഒരു വ്യാജമായ അഡ്രസ് ഉണ്ടാക്കി മാവേലിക്കരയിലുള്ള ഒരു വ്യാജ അഡ്രസ്സിൽ ബിന്ദു ഈ സമൻസ് കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവര് ഇപ്പോൾ ആലപ്പുഴ കോടതിയിലുള്ള രേഖകൾ പ്രകാരം നമുക്ക് ബോധ്യമാകുന്നത്. ആ തെറ്റായ അഡ്രസ്സിൽ മരണപ്പെട്ട ഒരാൾ എങ്ങനെ സമൻസ് കൈപ്പറ്റി, അത് ഔദ്യോഗിക രേഖയായി എങ്ങനെ കോടതിയിൽ എടുക്കപ്പെട്ടു എന്നതടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നു. മാത്രമല്ല, ഈ ബിന്ദു അഡ്വാൻസ് കൈപ്പറ്റി എന്ന് പറഞ്ഞ രേഖകൾ ഉൾപ്പെടെ ഇപ്പോൾ നിലവിൽ കോടതിയിൽ ലഭ്യമല്ല. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ സതീഷിന്റെ പക്കൽ നിന്ന് ഉൾപ്പെടെ കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യവും ഉണ്ട്. അപ്പോ ബിന്ദുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഭൂമാഫിയയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നേരത്തെ തന്നെ ആരോപണം ഉയർന്നിട്ടുണ്ട്. അതിൽ കൂടുതൽ ആ സംശയങ്ങളിലേക്ക് ബലപ്പെടുന്ന രീതിയിലാണ് ഇപ്പോൾ ആലപ്പുഴ കോടതി അന്ന് നടന്ന വ്യവഹാരങ്ങളെ സംബന്ധിച്ച് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ പെറ്റീഷന്മേൽ സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നു. സമൻസ് അയച്ചിട്ടുണ്ട്, സമൻസ് കൈപ്പറ്റിയിട്ടുണ്ട്. അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം, അന്ന് ആലപ്പുഴ കോടതിയിലെ ഏറ്റവും പ്രമുഖനായ ഒരു അഭിഭാഷകന്റെ സഹോദരന്റെ പേരിൽ ആണ് ഈ ഭൂമി വാങ്ങിയത്. അതായത് ബിന്ദു പത്മനാഭന്റെ ഈ കേസ് വാദിച്ച, സതീഷിന് വേണ്ടി വാദിച്ച അഭിഭാഷകന് തന്നെ ആ ഭൂമി അവർക്ക് ലഭ്യമായ ഉടൻ തന്നെ അത് മറച്ചു വിറ്റു എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അതിനകത്ത് ആരൊക്കെ കൃത്രിമമായി രേഖകൾ ഉണ്ടാക്കി എന്നുൾപ്പെടെയുള്ള വിപുലമായ ഒരു പരിശോധന ആവശ്യമുള്ള ഒരു കേസായി ഇത് മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിലവിലത്തെ കേസിൽ ബിന്ദു പത്മനാഭൻ സെബാസ്റ്റ്യന് മാത്രമാണ് കൊലപാതകത്തിൽ പങ്കാളിത്തമുണ്ടെന്ന് പറയുമ്പോൾ അത് അങ്ങനെ അല്ലെന്ന് നേരത്തെ ആക്ഷൻ കൗൺസിൽ അടക്കം ആരോപണം ഉന്നയിച്ചിരുന്നു. അതിലേക്കൊക്കെ കൂടുതൽ സൂചനകൾ നൽകുന്ന രീതിയിലേക്ക് ഈ ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഉള്ള ആളുകൾക്ക് ഈ കൊലപാതകത്തിലേക്ക് പങ്കുണ്ടോ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലേക്ക് പരിശോധിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. മാത്രമല്ല, ഈ അമ്പലപ്പുഴയിലെ ഭൂമി എന്ന് പറയുന്നത് കണ്ണായ ഭൂമിയാണ്. ദേശീയപാത വരച്ച് 15 സെന്റ് ഭൂമിയിൽ 1.5 ലക്ഷം രൂപ ബിന്ദു അഡ്വാൻസ് വാങ്ങിയ ശേഷം എന്നിവർ പറയുമ്പോൾ കോടതിയിൽ വെച്ചിരിക്കുന്നത് വെറും 65,000 രൂപ മാത്രമാണ്. ഒരു കാരണവശാലും ആ 2007 കാലയളവിൽ പോലും ഇത്രയും കുറഞ്ഞ തുകയ്ക്ക് അങ്ങനെ ഒരു ഭൂമി അവിടെ വിൽക്കാൻ കഴിയില്ല. ദേശീയപാതയോരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭൂമിയാണ്.
ആ ഭൂമിയാണ് ഇപ്പോൾ ഇത്രയും ഇങ്ങനെ ചുളുവിലക്ക് ഇവർക്ക് ലഭ്യമായി എക്സ്പാർട്ടി വിധിയിലൂടെ ലഭ്യമായി അതിൽ മരണപ്പെട്ട ആൾ ഈ രേഖ, അതായത് സമൻസ്, കോടതിയയച്ച സമൻസ് നേരിട്ട് കൈപ്പറ്റി എന്നുള്ള വിവരങ്ങൾ ഉൾപ്പെടെ കോടതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തിനകത്ത് കൂടുതൽ പരിശോധനകൾ ആവശ്യമുണ്ടെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആലപ്പുഴ കോടതി തുടർ നടപടികളിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ശരണ്യ, ഒരു കാര്യം കൂടി, ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഈ തിരോധാന കേസുകൾ, ചേർത്തല തിരോധാന കേസുകൾ വീണ്ടും ചർച്ചയിലേക്ക് നമ്മൾ തന്നെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ കേസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥകൾ എങ്ങനെയാണ്? സെബാസ്റ്റ്യൻ ഇപ്പോൾ ഏത് കസ്റ്റഡിയിലാണ് ഉള്ളത്? ഇത് സംബന്ധിച്ച് അന്വേഷണം ഇതുവരെയും പൂർത്തിയാവാത്ത കേസുകളുമുണ്ടല്ലോ, അത് സംബന്ധിച്ച് അതിൻ്റെ പുരോഗതി കൂടി എങ്ങനെയാണ്? സജിത്ത്, സെബാസ്റ്റ്യനെ സംബന്ധിച്ചിടത്തോളം ബിന്ദു പത്മനാഭൻ കേസിൽ പോലീസ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഐഷ കേസാണ് ഇപ്പോൾ അന്വേഷണത്തിലുള്ളത്. അതായത് ഐഷയുടെയും ഭൂമി തട്ടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഭൂ ഇടപാടുകളുമായി ബന്ധപ്പെട്ടായിരുന്നു ഐഷയും കൊല്ലപ്പെട്ടത് എന്നുള്ളത് നമുക്ക് അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. ഐഷ കേസിൽ ഇതുവരെ കുറ്റപത്രം സമർപ്പിക്കാനായി കഴിഞ്ഞിട്ടില്ല. അതേസമയം ബിന്ദു പത്മനാഭൻ അതോടൊപ്പം തന്നെ മറ്റ് കേസുകളിൽ കോടതിക്ക് സമൻസ് ഇവർക്ക്, അതായത് കോടതിയിൽ നിന്നും അന്വേഷണ സംഘം കുറ്റപത്രം നൽകി കഴിഞ്ഞിട്ടുണ്ട്. യെസ്, ശരണിയാണ് സൂചിപ്പിച്ചത്. എന്തായാലും ഈ കേസിൽ ബിന്ദു പത്മനാഭൻ്റെ തിരോധാന കേസിലാണ് ചില പുതിയ കണ്ടെത്തലുകൾ കൂടി ഉണ്ടാവുന്നത്. മരണപ്പെട്ടു എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയ ആ കാലയളവിൽ തന്നെ കോടതിയിൽ നിന്നുള്ള സമൻസ് അവർ കൈപ്പറ്റി എന്ന വിചിത്രമായ സാഹചര്യം. അപ്പോൾ കോടതിയടക്കം തെറ്റിദ്ധരിച്ചുകൊണ്ടുള്ള ഭൂമി ഇടപാട് നടന്നു, വിപുലമായ തട്ടിപ്പ് നടന്നു എന്നതാണ് കണ്ടെത്തൽ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.